ഒരു ബൈക്ക് യാത്രികന്റെ കുറുകെ നായ ചാടി ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റു. കൊടക്കലിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബീരാഞ്ചിറയിൽ ഈ അപകടം സംഭവിക്കുന്നത്. കുറ്റിപ്പുറം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പുറത്തൂർ സ്വദേശികളായിരിക്കുന്ന മുവാസ് ഒപ്പം തന്നെ അബ്ദുൽ സലാം എന്നീ 2 വിദ്യാർത്ഥികളായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. ഇവർ ബീരാഞ്ചിറ എത്തുന്ന സമയത്ത് നായകൾ കുറുകെ ചാടുകയും ഇത് കണ്ട് ബ്രേക്ക് ഇട്ടതോടുകൂടിയാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളുടെ കാലിനും തലക്കും കയ്യിലും ഒക്കെ തന്നെ പരുക്കേറ്റിരിക്കുകയാണ്. അവിടെ നിരന്തരമായി തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ബീരാഞ്ചിറയ്ക്ക് തൊട്ട് സമീപം LP സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾക്കടക്കം തെരുവുനായ ഭീഷണിയുണ്ട്. മാത്രമല്ല ഒരു കിലോമീറ്റർ പരിധിയിൽ 3 സ്കൂളുകൾ ഈ ഭാഗത്തുണ്ട്. മറ്റു വ്യാപാരികൾ എല്ലാവർക്കും തെരുവുനായ ശല്യം രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഭയങ്കര പ്രശ്നമാണോ നായ? ഭയങ്കര ശല്യമാണ് നായ ശല്യം. ഞങ്ങളിത് ആരോടാണ് പരാതിപ്പെടേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. എന്താണ് നമുക്കിത് ചെയ്യേണ്ടതെന്ന്. ഭയങ്കര 2 പഞ്ചായത്തിന് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തിരുനാവായ പഞ്ചായത്തും തുപ്പങ്കോട് പഞ്ചായത്തും. ഇതിൻ്റെ ആരോടാണ് ഞങ്ങളിത് പരാതിപ്പെടേണ്ടതെന്ന് നമുക്ക് അറിയണില്ല. കുട്ടികൾക്കടക്കം ഭീഷണിയാണല്ലേ? കുട്ടികൾക്കടക്കം ഭീഷണിയാണ്. നിരന്തരം ഈ നായ ശല്യങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഞങ്ങളിവിടുത്തെ വ്യാപാരികൾ പല ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോഴും അവരെടുത്ത് ഹോസ്പിറ്റലിൽ പോകാറാണ് ഞങ്ങളുടെ മിക്കവാറും ഞങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥകൾ. നോക്കൂ, അവിടെയൊക്കെ നായകളിങ്ങനെ കിടക്കുകയാണ്. ഈ നായനെ പിടിച്ചു കൊണ്ടുപോകാൻ പഞ്ചായത്ത് അധികൃതർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല.